നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുണ്ടൂരിൽ അമ്മയെ കൊന്ന മകളും കാമുകനും പിടിയിൽ. മുണ്ടൂർ സ്വദേശിനി തങ്കമണിയുടെ മരണമാണ് കൊലപാതകമെന്ന് തെളിഞ്ഞത്. ശനിയാഴ്ചയാണ് തങ്കമണി കൊല്ലപ്പെട്ടത്. തങ്കമണിയുടെ മകൾ സന്ധ്യ, കാമുകൻ നിതിൻ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. മുണ്ടൂരിൽ അമ്മയെ കൊലപ്പെടുത്തിയ കേസിൽ മകളും കാമുകനും പിടിയിലാകുമ്പോൾ പുറത്തുവരുന്നതും അവിഹിതമെന്നാണ് റിപ്പോർട്ടുകൾ. മുണ്ടൂർ സ്വദേശിനി തങ്കമണിയുടെ കൊലപാതകത്തിലാണ് മകൾ സന്ധ്യയെയും കാമുകനായ നിതിനെയും പോലീസ് പിടികൂടിയത്. കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു തങ്കമണി കൊല്ലപ്പെട്ടത്. ഭർത്താവ് ഉപേക്ഷിച്ചു പോയിട്ടും വളർത്തിയ ഏക മകൾ തന്നെ ഒടുവിൽ അമ്മയുടെ ജീവൻ എടുത്തു എന്നതാണ് വസ്തുത. അതായത് കാമുകന് വേണ്ടി സ്വന്തം അമ്മയെ കൊല്ലാൻ കൂട്ടുനിന്നു. തങ്കമണിക്ക് മകളും മകനും ഉണ്ടായിരുന്നു. മകൻ നേരത്തെ മരിച്ചു. പിന്നെ മകളെ പൊന്നുപോലെ വളർത്തി. ഉരലിൽ തലയിടിച്ചു വീണ് അമ്മ മരിച്ചുവെന്നാണ് മകൾ സന്ധ്യ ആദ്യം പറഞ്ഞത്. എന്നാൽ അമ്മയുടെ സ്വർണ്ണാഭരണങ്ങൾ തട്ടിയെടുക്കാനായി കൊന്നുവെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് കണ്ടെത്തിയത്. പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർക്ക് അസ്വാഭാവികത തോന്നി. തങ്കമണി ശ്വാസം മുട്ടി മരിച്ചതിന്റെ അടയാളങ്ങൾ കണ്ടെത്തി. ഇതോടെ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. ഇതോടെ സത്യം പുറത്തേക്ക് വന്നു. ശനിയാഴ്ച രാവിലെ തങ്കമണിയെ കൊലപ്പെടുത്തിയ ശേഷം സന്ധ്യയും നിതിനും ചേർന്ന് രാത്രിയോടെ മൃതദേഹം പറമ്പിൽ കൊണ്ടിട്ടു. വിവരം പോലീസിൽ അറിയിച്ചു. നെറ്റിയിലുള്ള മുറിവ് ശ്രദ്ധയിൽപ്പെട്ടു. സമീപത്തുള്ള ഉരലിൽ ഇടിച്ചതാകാമെന്ന് മൊഴി നൽകി. സ്വർണ്ണാഭരണങ്ങൾ നഷ്ടപ്പെട്ടതായി കുടുംബാംഗങ്ങൾ പരാതിപ്പെട്ടതുമില്ല. ഇതും മകളുടെ തന്ത്രമായിരുന്നു. സന്ധ്യയ്ക്ക് ഭർത്താവും മകനുമുണ്ട്. മകനുമായി നിതിൻ സൗഹൃദത്തിലായിരുന്നു. ഇവിടെയും ഒരു ശബരിമല ഇടപെടലുണ്ട്. ശബരിമലയിലെ സ്വർണ്ണപ്പാളി തട്ടിയെടുത്ത് കോടികൾ ഉണ്ടാക്കിയവരെല്ലാം ജയിലിലാണ്. ഇവർ അഴിക്കുള്ളിലായിട്ടും നിതിന് കാര്യങ്ങൾ പിടികിട്ടിയില്ല. ആ അമ്മയെ കൊന്ന് നിതിൻ പോയത് ശബരിമലയ്ക്കായിരുന്നു. ആർക്കും സംശയം തോന്നാതിരിക്കാനുള്ള അതിബുദ്ധി. പക്ഷേ അത് തന്നെയാണ് കുരുക്കായത്. കൊലപാതകത്തിന് ശേഷം ശബരിമലയിലേക്ക് പോയ നിതിൻ സന്ധ്യയുടെ മകനെ വിളിച്ച് പോലീസ് എത്തിയോ, ഫോറൻസിക് ഉദ്യോഗസ്ഥർ വന്നോ എന്നെല്ലാം നിരന്തരം അന്വേഷിച്ചിരുന്നു. ഇത് പോലീസ് തിരിച്ചറിഞ്ഞു. എന്തിനാണ് ഇവിടെ ഒരു കൊലപാതകം നടന്നു, അതിനുശേഷം പിറ്റേ ദിവസം തന്നെ ശബരിമലയിലേക്ക് പോയ വ്യക്തി ആ വീട്ടിൽ കൊലപാതകം നടന്ന വീട്ടിലുള്ള മകനെ വിളിച്ച് ഈ കാര്യം നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്? എന്തിനാണ് ഇങ്ങനെ വിളിക്കുന്നതെന്ന ചോദ്യം പോലീസിന് സംശയമായി. പോസ്റ്റ്മോർട്ടത്തിൽ കൊല തെളിഞ്ഞതോടെ ശബരിമലയിൽ നിന്നും തിരികെ എത്തിയ നിതിനെ കസ്റ്റഡിയിലെടുത്തു. തുടക്കത്തിൽ നിതിൻ സമ്മതിച്ചില്ല. ഇതിനിടെ സന്ധ്യയെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തെങ്കിലും സന്ധ്യ കുറ്റം സമ്മതിച്ചില്ല. തുടർന്ന് ഫോൺ പരിശോധിച്ചതോടെ നിതിനുമായി നിരന്തരം സംസാരിച്ചതിന്റെ വിവരങ്ങളും സ്വർണവും പണവും കൈമാറിയതിന്റെ വിവരങ്ങളും ലഭിച്ചു. ഇതോടെ ആ ശബരിമല പോക്കിൽ സത്യം തെളിഞ്ഞു. തെളിവുകൾ പോലീസ് നിരത്തിയതോടെ പ്രതികൾ കുറ്റം സമ്മതിച്ചു. സ്വർണ്ണാഭരണം കൈക്കലാക്കാൻ അമ്മയെ കൊലപ്പെടുത്തിയെന്നും കഴുത്ത് ഞെരിച്ചും ശ്വാസം മുട്ടിച്ചുമാണ് കൊന്നതെന്നും സന്ധ്യ പറഞ്ഞു. 2 കമ്മലും മാലയും സന്ധ്യയും നിതിനും എടുത്തു. പിടിവലിയിൽ മാലയുടെ ഒരു ഭാഗം നിതിന് കിട്ടി. കമ്മലും മാലയുടെ കഷ്ണവും പണയം വെച്ച് 1.5 ലക്ഷം രൂപ നിതിനെടുത്തു. നിതിന്റെ കടബാധ്യത തീർക്കുന്നതിനായിരുന്നു ഇതെല്ലാം. തങ്കമണിയുടെ അയൽവാസിയാണ് നിതിൻ. ആ വീടുമായി അടുത്ത ബന്ധമുള്ള ആൾ. തങ്കമണിയുടെ മകന്റെ കൂട്ടുകാരൻ. ഈ സാഹചര്യത്തിൽ തങ്കമണി മരിച്ചാൽ വീട്ടിലുണ്ടാകേണ്ട അയൽവാസിയായിരുന്നു നിതിൻ. എന്നിട്ടും ശബരിമലയിൽ പോയി എന്നത് പോലീസിന് സംശയമായി. ആ സംശയമാണ് കസ്റ്റഡിയിൽ എടുക്കലായത്. നിതിന്റെ ഫോൺ പരിശോധനയിൽ തന്നെ തെളിവും കിട്ടി. ഇതിനുശേഷമാണ് സന്ധ്യയെ കസ്റ്റഡിയിലും എടുത്തത്. തലയിടിച്ചു വീണ് അമ്മ മരിച്ചുവെന്നാണ് സന്ധ്യ മൊഴി നൽകിയത്. പോസ്റ്റ്മോർട്ടത്തിൽ ഇത് കൊലപാതകമാണെന്ന് തെളിഞ്ഞു. 75 വയസ്സാണ് കൊല്ലപ്പെട്ട അമ്മയ്ക്കുണ്ടായിരുന്നത്. 45-കാരിയായ മകൾ സന്ധ്യയും അയൽവാസിയായിരുന്ന 27-കാരനായിരുന്ന നിതിനും അടുപ്പത്തിലായിരുന്നു. സന്ധ്യയ്ക്ക് ഒരു ഭർത്താവ്, ഒരു മകനുമുണ്ട്. നിതിൻ അവിവാഹിതനാണ്. കൊലപാതകം നടത്തിയതിനു ശേഷം തലയിടിച്ചു വീണ് മരിച്ചതാണെന്ന് ഭർത്താവിനെയും കുടുംബക്കാരെയും വിശ്വസിപ്പിക്കുകയും ചെയ്തു. ചോദ്യം ചെയ്യലിൽ കുറ്റസമ്മതം നടത്തി. പോസ്റ്റ്മോർട്ടമാണ് റിപ്പോർട്ടാണ് നിർണായകമായത്. സ്വർണ്ണാഭരണങ്ങൾ തട്ടിയെടുക്കാൻ വേണ്ടിയാണ് ഇരുവരും ഇത്തരത്തിൽ ക്രൂരമായ കൊല നടത്തിയിരിക്കുന്നത്. ഞായറാഴ്ച രാവിലെ 5:30 അയൽക്കാരാണ് മൃതദേഹം കണ്ടത്. മൃതദേഹത്തിൽ മുഖത്ത് ചെറിയ മുറിവേറ്റ പാടുകൾ ഉണ്ടായിരുന്നു. അത് വീഴ്ചയിൽ സംഭവിച്ചതാകാമെന്നായിരുന്നു പ്രാഥമിക നിഗമനം. ഇതിനിടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവന്നത്. പേരാമംഗലം പോലീസും ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തിയിരുന്നു. അയൽക്കാരനുമായുള്ള ഇത്തരത്തിലുള്ള ഒരു ബന്ധം കണ്ടെത്തിയതും കൊലയ്ക്ക് പ്രേരണയായി എന്നാണ് സൂചന. ശരീരത്തിൽ സ്വർണ്ണാഭരണങ്ങൾ കാണാതെ വന്നതോടെയാണ് കൊലപാതകമാണെന്ന് സംശയം ഉയർന്നതെന്നും അയൽവാസി പ്രിയൻ പറയുന്നു. മൃതദേഹം തിരിച്ചിട്ടപ്പോൾ കഴുത്തിലും ചെവിയിലും പാടുണ്ടായിരുന്നു. തങ്കമണിയുടെ ഏക മകളാണ് സന്ധ്യ. സന്ധ്യയ്ക്ക് ഭർത്താവും ഒരു മകനുമുണ്ട്. കൊലപാതകത്തിന് ശേഷം ശബരിമലയിലേക്ക് പോയ നിതിൻ സന്ധ്യയുടെ മകനെ വിളിച്ച് ഇവിടുത്തെ കാര്യങ്ങൾ അന്വേഷിച്ചതാണ്. അതും പ്രത്യേകിച്ച് പോലീസ് എത്തിയോ, ഫോറൻസിക് എത്തിയോ തുടങ്ങിയിട്ടുള്ള അന്വേഷണങ്ങൾ നടത്തിയ
നടത്തിയതാണ് പോലീസിന് നിതിനിലേക്ക് വേഗം എത്താനുള്ള ഒരു കുരുക്കായിരിക്കുന്നത്. വളരെ നടുക്കുന്ന ഒരു വാർത്ത കേട്ടാണ് ഇന്ന് പ്രദേശം ഉണർന്നത്. ഏതായാലും കുറച്ച് പണത്തിന് വേണ്ടിയിട്ടാണ് കാമുകനോടൊപ്പം ചേർന്ന് സ്വന്തം അമ്മയെ ഇത്തരത്തിൽ അതിക്രൂരമായി കൊലപ്പെടുത്തിയിരിക്കുന്നത്. ഏതായാലും കസ്റ്റഡിയിലാണ് ഇപ്പോൾ. അതിനുശേഷം അന്വേഷണം പുരോഗമിച്ചതിന് ശേഷം മാത്രമായിരിക്കും നിയമ നടപടികളിലേക്ക് കടക്കുക.